നമസ്കാരം, അന്വേഷണം. നമുക്കിതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് സംസാരിക്കാനുള്ളത്. അതിനു മുമ്പ് ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. അതിൻ്റെ ഗൗരവം എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇനി അത് ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണെങ്കിൽ എൻ്റെ വാക്കുകളിലൂടെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണത്. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സംവിധായകനും നടനുമായിട്ടുള്ള ബേസിൽ ജോസഫ് അദ്ദേഹം ഒരു ചാനലിനോട് പ്രതികരിച്ചതായിട്ടാണ് എനിക്കിതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമുക്കിവിടെ വിഷയമായിട്ട് എടുക്കാനുള്ളത്. അത് ഏത് ചാനൽ എന്തെന്ന് ഉള്ളതൊന്നുമല്ല. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളതൊന്ന് വ്യക്തമായി കേൾക്കുക, മനസ്സിലാക്കുക. താമസിക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു പെട്ടെന്ന് നമ്മുടെ റിലേറ്റീവ്സോ അടുത്ത ബന്ധുക്കളോ പറയുന്ന ആരെങ്കിലും സുഹൃത്തുക്കൾ ആരെങ്കിലും ഒരു ഹോസ്പിറ്റൽ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പെട്ടെന്നുള്ള അസുഖമോ ഒരു ആക്സിഡൻറ്റ് കേസോ ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു വിളി വരും, സീരിയസ് ആണ്, കോഴിക്കോടേക്ക് കൊണ്ടുപോകണം എന്ന്. കോഴിക്കോടേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു കേസാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചകം. കാരണം വയനാട്ടിൽ അതിനുള്ളൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഇപ്പോഴും ഇല്ല എന്നുള്ളത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 2-3 മിനിറ്റ് എടുക്കും ഒരു ട്രക്ക് ഫുള്ളായിട്ടൊന്ന് വളവൊന്ന് തിരിച്ചു കിട്ടാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത് ഒരെണ്ണം അവിടെ ബ്രേക്ക് ഡൗൺ ആവുകയോ അല്ലെങ്കിൽ അത് വളവ് തിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതങ്ങ് സ്റ്റക്ക് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ സമ്പൂർണ്ണമായിട്ട് ചുരം ബ്ലോക്ക് ആവുകയും എല്ലാ വണ്ടികളും വന്ന് നിൽക്കുകയും അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന ആംബുലൻസ് കോഴിക്കോടേക്ക് പോകേണ്ട ആംബുലൻസ് വന്ന് മണിക്കൂറുകളോളം വയനാട് ആ ചുരത്തിൽ വന്ന് നിൽക്കുകയും പല ജീവനുകളും ആ ചുരത്തിൽ തന്നെ ഇല്ലാതായി പോകുന്നു എന്ന് പറയുന്ന പോലത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. നിങ്ങൾ വ്യക്തമായി കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ നമുക്കറിയാം, വയനാട് എന്ന് പറയുന്ന ജില്ലയ്ക്ക് സ്വന്തമായ ഒരു മെഡിക്കൽ കോളേജ് ഇല്ല. നമുക്കുണ്ട്. ഞാനിവിടെ കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട് താമസിക്കുന്ന എനിക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഒരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ താമസിക്കുന്ന ചുറ്റുവട്ടത്ത് തന്നെ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്. പുറമെ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ സർക്കാർ ഹോസ്പിറ്റലുകൾ, ബീച്ച് ഹോസ്പിറ്റലുണ്ട്, സഹകരണ ഹോസ്പിറ്റലുണ്ട്, അതുപോലെ മെഡിക്കൽ കോളേജുണ്ട്. പ്രധാനമായും ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും അവിടെ നിന്ന് ഇവിടുത്തെ ഏത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും അവസാന കയ്യെന്നോണം എത്തിക്കുന്നത് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയും നമുക്ക് ഇനി ചെറുതോ വലുതോ ആയിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് ചെറിയ താലൂക്ക് ഹോസ്പിറ്റലിൽ പോകും. അവിടെ നിന്ന് റെഫറൻസ് മേടിച്ച് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസമാണ്. പണ്ടത്തെ പോലെ ഉള്ള വിഷയങ്ങളൊന്നും അല്ല അവിടെ ഉള്ളത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇപ്പം കുറച്ച് നാളുകൾക്കും അവിടെ പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. അല്ലാത്ത പക്ഷം നമ്മുടെ ജനറൽ ഹോസ്പിറ്റലുകൾ, അതായത് ജനറൽ വിഭാഗത്തിലെ കാഷ്വാലിറ്റിയിലൊക്കെ നമുക്ക് വളരെ നല്ല ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, അത് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ സംസാരിക്കാവുന്ന വിഷയമാണ്. പക്ഷേ ഇവിടുത്തെ വിഷയം അതൊന്നുമല്ല. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് കോഴിക്കോടേക്ക് ചികിത്സയ്ക്കായിട്ട് വയനാട്ടിൽ നിന്നും യാത്ര ചെയ്ത് വരേണ്ടി വരുന്ന അവിടുത്തെ ആളുകളുടെ ബുദ്ധിമുട്ടാണ്. ഇദ്ദേഹം പറഞ്ഞതും അതിനെക്കുറിച്ച് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടാവാം. അതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളോ ഇൻഫോം ചെയ്യുകയും അവിടെ നിന്ന് തുടർന്ന് ഹോസ്പിറ്റലിൽ നിന്ന്, അവിടെയുള്ള വയനാട്ടിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ ഹോസ്പിറ്റലിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അതിനർത്ഥം സീരിയസ് ആയിട്ടാണ്, അത് അത്രയും സീരിയസ് കേസ് ആയതുകൊണ്ടാണ് എന്ന് തന്നെയാണ്. അത് സത്യമായൊരു കാര്യമാണ്. കാരണം നമ്മളിവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പല ദിവസങ്ങളോളം തങ്ങേണ്ടി വന്നിട്ടുണ്ട്. പല അസുഖങ്ങൾ കൊണ്ടും മറ്റുള്ളവർക്ക് ബൈസ്റ്റാൻഡറായിട്ടും ഹോസ്പിറ്റലിലേക്ക് ആക്സിഡൻറ്റ് കേസുകളൊക്കെ ആയിട്ട് പോയിട്ടും ഒക്കെ നമ്മളവിടെ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും കാഷ്വാലിറ്റിയിൽ നിന്നിട്ടുണ്ട് പല സാഹചര്യങ്ങളും, നട്ടപ്പാതിരയ്ക്ക് വരെ. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് ആംബുലൻസ് ആയിട്ടും ഓട്ടോറിക്ഷ ആയിട്ടും അതുപോലെ ചെറിയ വാഹനങ്ങളിലായിട്ടും പല തരത്തിൽ എന്തായാലും ഒരു ദിവസത്തിൽ വയനാട്ടിൽ നിന്ന് ഒരു കേസ് പോലും ഇല്ലാത്തതായിട്ടുണ്ടാവില്ല മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അത് സത്യമായ കാര്യമാണ്. നമുക്ക് പോയാൽ കാണാൻ പറ്റും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ പോയാൽ കാണാൻ പറ്റും അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. ആ പുള്ളി പറഞ്ഞ വാക്കുകളോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ട് വയനാട്ടിലെ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. വയനാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ കോളേജ് അത് അത്യാവശ്യം തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കോഴിക്കോടാണ്. എനിക്കിതിൽ ഒരു വിഷയമല്ല. ഹോസ്പിറ്റലിലെ കേസൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തൽക്കാലം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയേ ഉള്ളൂ കൂടിപ്പോയാൽ. അപ്പോൾ അവിടെ നിന്ന് ഈ പുള്ളി പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ആംബുലൻസ് വരുന്ന സാഹചര്യത്തിൽ വയനാട് ചുരത്തിൽ വലിയ വലിയ ട്രക്കുകൾ യാത്ര ചെയ്യുന്ന പാത ആയതുകൊണ്ട് തന്നെ ബ്ലോക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ട്രക്ക് എങ്ങാനും ബ്രേക്ക് ഡൗൺ ആവുകയും അല്ലെങ്കിൽ വളയ്ക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു തകരാറ് സംഭവിക്കുകയും തട്ടുമുട്ട് ചെയ്താൽ ചുരം മൊത്തം ബ്ലോക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും വളവ് തിരിഞ്ഞ് അത്രയും ഹെയർ പിന്നുകൾ കടന്നു വരുന്ന ഒരു ആംബുലൻസിന് ഏതെങ്കിലും ഒരു വളവിൽ, ചുരത്തിൽ ഏതെങ്കിലും ഒരു വളവിൽ തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ, തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെ കൃത്യസമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞതിൽ ഒരുപാട് കേസുകൾ അതുപോലെ തന്നെ ചുരത്തിൽ നിന്ന് തന്നെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് കാഷ്വാലിറ്റിയിൽ എത്താറുണ്ട് വൈകിപ്പോയതിൻ്റെ പേരിൽ. തീർച്ചയായും അത് നടക്കുന്ന സംഭവമാണ്, നടന്നിട്ടുള്ള സംഭവമാണ്. പുള്ളി പറഞ്ഞത് 100% യോജിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ടാവും, കാണാതിരുന്നിട്ടുണ്ടാവും ഒന്നും അറിയില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ വാക്കുകൾ കണ്ടിട്ടില്ലെങ്കിൽ അത് എന്നിലൂടെയെങ്കിലും ഒരു 10 പേര് അധികം കാണട്ടെ എന്ന് കരുതി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏത് നാട്ടിലുള്ള വ്യക്തിയാണെങ്കിലും ശരി, നമുക്കറിയാം നമ്മുടെ സഹോദരങ്ങളാണ് എല്ലായിടത്തും ഉള്ളത്. നമ്മളത് തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ട കാലഘട്ടമാണ് എപ്പോഴും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഒരു കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ ഈ വീഡിയോയോ പുള്ളിയുടെ വീഡിയോയോ ഏതെങ്കിലും ഒരെണ്ണം ഭരണകർത്താക്കളുടെ ശ്രദ്ധയിലെത്തുക, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഈ പുള്ളിയുടെ വീഡിയോ എൻ്റെ ക്രോപ്പ് ചെയ്തെടുത്തിട്ടോ അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ എടുത്തിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഷെയർ ചെയ്തിട്ട് സമൂഹത്തിൽ അതൊരു ചർച്ചാ വിഷയമാക്കി മാറ്റി അത് വേണ്ട നടപടികൾ അധികാരികൾ കൈക്കൊള്ളുന്നത് വരെ
അതിനെ ഒന്നും റണ്ണിങ്ങിൽ നിർത്താൻ ശ്രമിക്കുക, ഈ ഒരു വിഷയത്തിനെ കത്തിച്ച് നിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക. എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം. നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ഹോസ്പിറ്റലിൽ കെട്ടാൻ ഒന്നും പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് അധികാരികളിലേക്ക് ഇതിൻ്റെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്കൊരു സജഷൻ, അതുപോലെ ഇതിൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന സജഷൻ എല്ലാം കൂടി ചേർത്ത് ഞാൻ പറയുകയാണ്. ചിലർ പറയുന്നുണ്ട് വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് ഒരു ഈസി വേ വേണം, അല്ലെങ്കിൽ ഒരു എളുപ്പമാർഗം വേണം എന്ന് പറയുന്നുണ്ട്. അത് എത്ര പെട്ടെന്ന് പ്രായോഗികമാക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അത്തരത്തിൽ ചുരം തുറന്നിട്ട് ഒരു തുരങ്കപാത എന്നൊക്കെ പറയുമ്പോൾ അത് പ്രകൃതിയെ വീണ്ടും നമ്മൾ നോവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതെനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. കാരണം അത്രയും ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, എന്ത് ശാസ്ത്രീയപരമായിട്ട് അവർ ചെയ്താലും ശരി. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇവിടെ ഈ 100 വീടുകൾ ഓരോരോ പ്രമുഖ വ്യക്തികൾ ഓഫർ ചെയ്യുന്നുണ്ട്, അതിനുള്ള സ്ഥലം വിട്ടുകൊടുക്കുന്നുണ്ട്. അങ്ങനെ 10-400 വീടുകൾ ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ കിട്ടാൻ പോവുകയാണെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. സോഷ്യൽ മീഡിയസ് വഴി മറ്റുള്ളവരുടെ വാക്കുകളിലൂടെയൊക്കെ കിട്ടിയിട്ടുള്ള വാഗ്ദാനങ്ങൾ. ഈ കൂട്ടത്തിൽ ഇവരെ പുനരധിവസിപ്പിക്കുന്ന കൂട്ടത്തിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, വെറും താലൂക്ക് ആശുപത്രി അല്ല ഞാൻ പറയുന്നത്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെയോ കേരളത്തിലെ മറ്റ് മെഡിക്കൽ കോളേജുകൾ പോലെയോ തന്നെ എല്ലാ ഫെസിലിറ്റീസിനോടും കൂടിയിട്ട്, എല്ലാ സാധ്യതകളോടും കൂടിയിട്ടുള്ള, അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം, ഒരു മെഡിക്കൽ കോളേജ്, അത് നമ്മുടെ കേരള സർക്കാർ മുൻകൈ എടുത്ത് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതിന് തന്നെയാണ് അഭ്യർത്ഥിക്കുന്നത്, ചെയ്തിരിക്കണം. കാരണം അവർ അത്രയും ദുരിതം അനുഭവിക്കുന്നവരാണ്. ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മറ്റ് പ്രദേശങ്ങൾ പോലെ അല്ല. ഈ ഉയർന്ന സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും എന്ത് അപകടവും സംഭവിക്കാവുന്ന ഒരു പ്രദേശമാണ് വയനാട് പോലുള്ള, ഇടുക്കി പോലുള്ള പ്രദേശങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രദേശത്ത് ഹോസ്പിറ്റൽ വരിക എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, മാക്സിമം ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും എന്നിലൂടെയെങ്കിലും 4 പേരധികം 10 പേരധികം കാണാനും നിങ്ങളിലൂടെ അത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് ഇതിനെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം ശക്തമായ രീതിയിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ സാധ്യതകളിൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓപ്പണായിട്ട് എന്നോട് പറയാം, കമൻറ്റിലൂടെ എന്നെ അറിയിക്കാം. ഇനി പോരാതെ തന്നെ എൻ്റെ ഫോൺ നമ്പറിൽ ഞാൻ കൊടുക്കുന്നത് വാട്സപ്പ് ഉള്ളതാണ്. അതിൽ നിങ്ങൾക്ക് എന്നോട് കാര്യങ്ങൾ, എൻ്റെ തെറ്റ് തിരുത്തി തരാൻ നിങ്ങൾക്ക് പറ്റും. നല്ല രീതിയിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നാൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് എനിക്കുണ്ട്. എനിക്ക് പുള്ളി പറഞ്ഞ ശരിയെന്ന് തോന്നിയോണ്ട് മാത്രം ഞാൻ ചെയ്യണം. വേറൊരു കാര്യം കൂടി പറയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്രയധികം കേസുകൾ, നമുക്ക് പല ഭാഗങ്ങളിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ കേസുകൾ വരുന്നുണ്ട്, ശരിയാണ്. വയനാട്ടിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ ഓൾറെഡി ലേറ്റായിട്ട് വരികയാണ് ഈ ആളുകൾ, രോഗികൾ. കൂടാതെ ഇവിടെ ഇപ്പോൾ രോഗികളെ ശുശ്രൂഷിക്കാൻ കാഷ്വാലിറ്റിയിൽ ചില സമയങ്ങളിൽ രാത്രി കാണുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവാറില്ല. ആളുടെ എണ്ണം കുറവാണ്, ഡോക്ടറുടെ എണ്ണം കുറവാണ്, എന്നുവെച്ചാൽ ഡോക്ടേഴ്സ് ഇല്ല, ലീവിലാണ് പലരും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേരിട്ട് കണ്ടൊരു വ്യക്തിയായതുകൊണ്ട് ഞാൻ പറയാം, സർക്കാർ അതിനൊരു അടിയന്തര സംവിധാനം ഉണ്ടാക്കണം. കാരണം നാട്ടിൽ ഡോക്ടേഴ്സും തട്ടി നടക്കാൻ പറ്റില്ല. അത്രയും ഡോക്ടേഴ്സ് പഠിച്ചിറങ്ങുന്നുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. അത്രയും ഡോക്ടേഴ്സ് പഠിച്ചിറങ്ങുന്നുണ്ട്. അതിൽ ജോലി, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അത്രയും കഴിവും കാലിബറുള്ള ആളുകളുണ്ട്. എന്നിട്ട് അവർക്ക് പല കാരണങ്ങളെ കൊണ്ടും ഈ ജോലി നിഷേധിക്കപ്പെടുന്നുണ്ട്. അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നുണ്ട്. അത്തരത്തിൽ പോകുന്ന ഡോക്ടർമാരെ എന്തുകൊണ്ട് സർക്കാർ ആശുപത്രികളിൽ നിയമിക്കാൻ പറ്റുന്നില്ല? അവർക്ക് നിയമനം കൊടുക്കും, നിങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കൂ. എന്താണോ അവർക്ക് പോരായ്മ, അതിനി അവർക്ക് എന്തെങ്കിലും എലിജിബിലിറ്റി കുറവുണ്ടെങ്കിൽ ആ എലിജിബിലിറ്റി കുറവ് എന്താണോ അതിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരിക. നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് പറ്റുന്ന കാര്യമാണത്. നമ്മുടെ സംവിധാനങ്ങൾക്ക്, സർക്കാർ സംവിധാനങ്ങൾക്ക് പറ്റുന്ന കാര്യമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തിനാണ് എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഡിലേ വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല. നമുക്ക് അതിനു വേണ്ടി എന്താണ്, അതിന് മാത്രം മന്ത്രിമാരുണ്ട്, അവർക്ക് ഓരോരോ വകുപ്പുകൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, അവർക്ക് അസിസ്റ്റൻസ് ഉണ്ട്, പ്രവർത്തകരുണ്ട്, സ്റ്റാഫുകളുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഇവർക്ക് ചെയ്യാവുന്നത് മാത്രമേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ ഈ തരംതിരിച്ചിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ നമ്മുടെ നാട്ടിൽ നടക്കുന്നുള്ളൂ. അതിലെന്തിനാണ് ഇത്ര അമാന്തം കാണിക്കുന്നതാണ് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ചോദിക്കാനുള്ളത്. എന്നെപ്പോലെ പലർക്കും ഈ സംശയം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് ഒന്നുകൂടി പറയുകയാണ്, ഹോസ്പിറ്റലുകളിൽ ഉള്ള മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ഹോസ്പിറ്റലുകളിലും വേണ്ടത്ര ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും അറ്റൻഡേഴ്സിനെയും ഒക്കെ നിയമിക്കാൻ ആദ്യം ശ്രമിക്കുക. കൂടാതെ വയനാട് ജില്ല പോലുള്ള ഒരു ജില്ലയ്ക്ക്, അല്ലെങ്കിൽ ഇനി മെഡിക്കൽ കോളേജ് ഇല്ലാത്ത മറ്റ് ജില്ലകളുണ്ടോ എന്നുള്ളത് ഞാൻ റെഫർ ചെയ്തിട്ടില്ല, ഉണ്ടെങ്കിൽ അതുപോലെയുള്ള ജില്ലകൾക്ക് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജുകളുടെ നിർമ്മാണം ആരംഭിച്ചത് പൂർത്തിയാക്കി കൊടുക്കുക. അത് ചില്ലറ താലൂക്ക് ഹോസ്പിറ്റൽ പോലെ ആകരുത്. എല്ലാ ചികിത്സയും അവിടെ ഉണ്ടാകുന്ന രീതിയിൽ വലിയൊരു ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കണം. അതിന് സർക്കാരിന് ഫണ്ടില്ല, ഖജനാവിന് ഫണ്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല മനുഷ്യർ സഹകരിക്കും. ദയവ് ചെയ്ത് അതിൽ നിന്ന് മുക്കി അഴിമതി കാണിക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറയാൻ കാരണം എല്ലാത്തിനും കൈയിട്ട് വരുന്നൊരു സ്വഭാവം എല്ലാ സർക്കാരിനും ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ടാണ് പച്ചയ്ക്ക് ഞാൻ പറയാം, ഒരാളെ മാത്രം ഞാൻ മോശമാക്കി പറയുന്നില്ല, എല്ലാവർക്കും ഉണ്ട്. അത് ചെയ്യാതെ ജനങ്ങൾക്ക് വേണ്ടിയൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും പ്രവർത്തിക്കും. നിങ്ങൾ റോഡ് ഉണ്ടാക്കിക്കോ, പാലം ഉണ്ടാക്കിക്കോ, കെട്ടിടങ്ങൾ ഉണ്ടാക്കി പൊളിച്ച് വീണ്ടും ഉണ്ടാക്കുക, വാട്ടർ അതോറിറ്റിൻ്റെ പേരിൽ കുത്തിപ്പൊളിക്കി, അതിലൊക്കെ നിങ്ങൾ കൈയിട്ട് വാങ്ങി അഴിമതി കാണിച്ചോളൂ. ഒരു പ്രശ്നം ഞങ്ങൾക്ക് അറിയാം, ജനങ്ങൾക്കറിയാം, അതെല്ലാം നിങ്ങൾ ഉദ്യോഗസ്ഥർ ചെയ്യുമെന്ന് അറിയാം. ചുരുക്കം ചിലരെ കാണും ഇത്തരത്തിൽ അഴിമതി കാണിക്കാത്തവർ, കൈക്കൂലി വാങ്ങാത്തവർ ചുരുക്കം ചിലരെ കാണും. എല്ലാവരും മോശമായിട്ട് പറയാൻ പറ്റില്ല ഒരു സംവിധാനത്തിലും. എന്നാലും ഞാൻ പറയാം, എല്ലായിടത്തും നടക്കുന്ന കാര്യമാണിത്. പക്ഷേ ഇതുപോലുള്ള ഹോസ്പിറ്റലിൻ്റെ കേസൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊന്നും കൈയിട്ട് വരാതെ അതൊന്ന് പൂർത്തിയാക്കി ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക.
അത്രയും അത്യാവശ്യമുള്ള കാര്യങ്ങളല്ലേ. അതിന് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് ആയിട്ട് ഈ വീഡിയോ കാണുക. നന്ദി, നമസ്കാരം.